പിയോൺ ബോട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡെയിലി വെയർ ആയിട്ടെല്ലാം ഉടുക്കാൻ പറ്റിയ ഒരു സാരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് വരിക. ഇങ്ങനെ കട്ട് വർക്ക് വന്നിട്ട് ചെറിയൊരു ഫ്ലവർ പോലെ ഒരു എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നു. ഡാസിൽസ് എല്ലാം അറ്റാച്ച് ചെയ്തിരിക്കുന്നു. പല്ലുവിൽ ഫുള്ളായിട്ടും ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ഈ സൈഡിൽ ഈ കട്ട് വർക്ക് ഇങ്ങനെ വരുന്നു. പിന്നെ സ്കാറ്റേർഡ് ആയിട്ടും വരുന്നു. വിത്ത് ബ്ലൗസോ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഡിസൈനിലുള്ള ഒരു 7 കളറുകളും വേറൊരു ഡിസൈൻ 8 കളറുകളും ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇങ്ങനെയാണ് പല്ലു വന്നിരിക്കുന്നത്. ഇത് കട്ട് വർക്കാണ് കേട്ടോ ഈ വരുന്നത്. സൈഡിലൊരു സ്കാലപ്പ് പോലെ ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ട്. ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. പ്ലേറ്റ്സിന്റെ ഭാഗത്ത് ഇങ്ങനെയാണ് വരുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുള്ളൂ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെ പല്ലുവിൽ ഇങ്ങനെ ഡിസൈൻ വരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ ഇതിൻ്റെ സൈഡിലൂടെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇത്രയും ഭാഗത്ത് ഈ ഡിസൈൻ വരുന്നു. പിന്നെ ഈ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിലെ വർക്ക് വരിക. 1095 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വിത്ത് ബ്ലൗസ് ഉണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിനും ആയിട്ടാണ് വരുന്നത്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഡിസൈൻ എല്ലാം സെയിം തന്നെ. ഇങ്ങനെയാണ്. അന്നേരം ഞാൻ ഓരോന്ന് വിടർത്തി കാണിച്ചതാണ്, നല്ലത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ ഡിസൈൻ വരിക. ഇങ്ങനെയാണ് വരുന്നത്. വളരെ സോഫ്റ്റാണ് ഈ മെറ്റീരിയൽ. ഉൾഭാഗം ഇങ്ങനെയാണ് വരിക. ഒണിയൻ പിങ്ക് ഷെയ്ഡാണിത്. ഇതിലും ഇങ്ങനെ തന്നെയാണ് ഈ ഡിസൈൻ വരിക. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്ന എല്ലാം നല്ല കളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ്. ട്രാൻസ്പെറൻ്റ് അല്ല. നമുക്കിത് വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1095 ആണ്. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരിക. എല്ലാത്തിൻ്റെയും കട്ട് വർക്കാണ്. ഈ ഡിസൈൻ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് ഈ കട്ട് വർക്ക് തന്നെ. സൈഡ് ഇങ്ങനെയും വരുന്നുണ്ട്. നമ്മുടെ പ്ലേറ്റ്സിൻ്റെ ഭാഗത്ത് ഇങ്ങനെയും വരുന്നുണ്ട്. പിന്നെ ബോഡി പാർട്ടിലേക്ക് വരുന്നു. ഇത് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡാണ്. ഇതിലും ഇങ്ങനെ തന്നെയാണ് ഈ കട്ട് വർക്ക് വരിക. ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ കട്ട് വർക്ക് ഫുള്ളായിട്ടും വരുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഡിസൈൻ ഇങ്ങനെയും വരുന്നു. റേറ്റ് 1095. ഇതിലെ ഡിസൈനിന് മാറ്റമുണ്ട്. റേറ്റും മെറ്റീരിയലും എല്ലാം ഞാനിപ്പോൾ കാണിച്ചതുപോലത്തെ തന്നെ. പക്ഷെ ഇതിൻ്റെ വരുന്നത് ഇതിൻ്റെ ഡിസൈനിലുള്ള മാറ്റമാണ്. ഇതും കട്ട് വർക്ക് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഇപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മുടെ അമ്മമാർക്ക് ചേച്ചിമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലും നല്ലൊരു സാരി. ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കാരണം തന്നെ ഇത് ഉടുക്കാൻ എളുപ്പമാണ്. അതുപോലെ വെയ്റ്റ്ലെസ്സും ആണ്. പിന്നെ ഒത്തിരി അങ്ങ് കളർഫുള്ളല്ല. എന്നാൽ നല്ല കളേഴ്സിലാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏത് കളർ ടോണുകാർക്കായാലും അനുയോജ്യം. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. റേറ്റ് വരുന്നത് 1095. ഇതൊരു ബ്ലൂവിഷ് ഗ്രേ ഷെയ്ഡിലാണ്
ഇത് വന്നിരിക്കുന്നത്. ഇതേലും കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും തന്നെയാണ്. അതിൻ്റെ ആ ലീവ്സിൽ ഒരു വൈറ്റ് എംബ്രോയ്ഡറി വർക്കിൻ്റെ ഉള്ളിലാണ് ആ ലീവ്സ് സെൽഫ് എംബ്രോയ്ഡറി വർക്കായിട്ട് വരുന്നത്. അതുപോലെ കട്ട് വർക്കും സെൽഫ് എംബ്രോയ്ഡറി വർക്ക്, അത് തന്നെ ഇതിനെ കൂടുതൽ ഭംഗിയാക്കുന്നതും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. സൈഡ് ഒരു സ്കാലപ്പ് വർക്കുമായിട്ട് വരുന്നു. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. റേറ്റ് 1095. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള കളറുകളെല്ലാം ഏത് കളർ ടോണുകാർക്ക് അനുയോജ്യമായ കളറിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞവർക്കായാലും നല്ലൊരു പ്രകാശം കിട്ടുന്ന ഒരു കളറിലാണ് ഇതെല്ലാം വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ വരിക. നല്ല ഭംഗിയുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിരിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ, അങ്ങനെ നൂല് പൊങ്ങിയിരിക്കുന്ന ഒന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഡിസൈൻ ഇവിടം വരെയും വരുന്നുണ്ട്. ബാക്കി സ്കാറ്റേർഡ് ആയിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് വരിക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1095 ആണ്. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. സൈഡിൽ ആ സ്കാലപ്പ് വർക്കും വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് പല്ലുവിലുള്ള ഡിസൈൻ വരിക. പ്ലീറ്റ്സിൻ്റെ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. ബോഡി പാർട്ട് നല്ലൊരു ചിക്കു കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ഞാൻ 1 ലെയർ ആയിട്ടാട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത് വളരെ സോഫ്റ്റാണ് മെറ്റീരിയലും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ ഫുള്ള് വരുന്നത്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. ബോഡി പാർട്ടിൽ സ്കാറ്റേർഡ് ആയിട്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1095 ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതിലേക്കൊരു സ്ക്രീൻഷോട്ട് അയക്കുക.